തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അന്തരീക്ഷം ശാന്തമായിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അവിടെ പ്രശ്നത്തിന് ഉടലെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കൂടെ നിൽക്കുന്നവർ തന്നെ കാലുവാരുമെന്ന് 100% ഉറപ്പിച്ചിരിക്കുക തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ചടങ്ങിൽ വിജയ് തമിഴ് തായ് വാഴ്ത്ത് മൂന്നാമതായി സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായിട്ട് CPI രംഗത്തെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് CPI എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന വിജയിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ പറയുന്ന തോതിൽ പിന്തുണ നൽകിയിരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ഇടത് പാർട്ടികളിൽപ്പെട്ട പാർട്ടി. ഈ പാർട്ടി ഇപ്പോൾ വിജയ്ക്ക് അഗെയിൻസ്റ്റായിട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട്, അതായത് ഇപ്പോൾ ദേശീയ ഗാനം പാടിയതിന് ഈ പറയുന്ന രീതിയിൽ തമിഴ് തായ് വാഴ്ത്ത് മൂന്നാമതായി സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഇതല്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇത് തന്നെ തുടക്കത്തിലെ കല്ലികടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ തോതിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കൂടെ നിൽക്കുന്നവർ തന്നെ ഏത് നിമിഷവും കാലുവാരും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത് വിജയ്ക്ക് ഭൂരിപക്ഷമില്ല. ഈ പറയുന്ന മറ്റു പാർട്ടികളുടെ കൂടെ സപ്പോർട്ട് നേടിക്കൊണ്ടാണ് വിജയ് ഇപ്പോൾ ഭരണത്തിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കം തന്നെ വിജയ്ക്കു മീതെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലോട്ട് മറ്റു പാർട്ടികൾ മാറിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഇതെന്ന കാര്യം സംശയമില്ല. ഇത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ഒരു ഭരണം അത് ശാശ്വതമായി മുന്നോട്ട് പോകുന്ന കാര്യം പല വെല്ലുവിളിയും നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് മാത്രമല്ല, ഇത് 6 മാസം കഴിയുമ്പോഴത്തേക്കും എന്താവും ഈ ഭരണത്തിൻ്റെ സ്ഥിതി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന സഖ്യകക്ഷികൾ തന്നെ ഏത് നിമിഷവും മറുകണ്ഠം ചാടുമെന്നുള്ളതും ഉറപ്പാണ്. അതായത് ഈ പറയുന്ന TVK സഖ്യം വിട്ടുകൊണ്ട് മറുകണ്ഠം ചാടുമെന്നുള്ളത് 100% ഉറപ്പാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതെന്ന കാര്യം സംശയമില്ല. കാരണം വിജയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉന്നയിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ ഇടതുപക്ഷം മാറിയിരിക്കുന്നു. ഇത് പോകെ പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. ഇത് എത്ര നാൾ മുന്നോട്ട് പോകും ഈ ഒരു സർക്കാർ, ഈ ഒരു വിജയുടെ TVK സർക്കാർ, ഇത് ഈ സഖ്യങ്ങളുമായിട്ട് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തോതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഇതിൻ്റെ ഒരു വീഴ്ച, ഇപ്പോൾ വിജയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിഷേധം തന്നെ, വിജയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ TVKക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധം തന്നെയും വളരെ വലിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് വരും നാളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം BJPയെ പ്രീതിപ്പെടുത്താനാണ് വിജയ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വരെ ഇപ്പോൾ ഈ പറയുന്ന പാർട്ടികൾ, കൂടെ നിൽക്കുന്നവർ തന്നെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. DMK അത് ഏറ്റെടുക്കുന്ന തരത്തിലോട്ട്, വിജയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇത് സത്യം പറഞ്ഞാൽ വിജയ്ക്ക് 16ൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DMK ഇടതുപക്ഷത്തെ വിജയുടെ പാർട്ടിയിലേക്ക് വിട്ടിരിക്കുന്നത് എന്നത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയ്ക്കാണെങ്കിൽ തിരിച്ച് വോയിസ് ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വിജയ് എന്തെങ്കിലും പ്രതിഷേധിച്ചുകൊണ്ട് തിരിച്ചു പറയുകയോ ഈ പറയുന്ന DMKയോ ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയോ ചെയ്താൽ കൂടെ നിൽക്കുന്നവർ തന്നെ കാലുവാരും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയും വിജയുടെ വോയിസ് അവിടെ അടഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും നിയമസഭയിൽ പോലും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലോട്ട് വിജയ്ക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കത്തില്ല. കാരണം പ്രതിപക്ഷ കൂട്ടായ്മയിലുള്ളവർ പോലും കോൺഗ്രസ് ഒഴിച്ച്, കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ TVKയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു, സഖ്യമായി. പക്ഷെ മറ്റുള്ള പാർട്ടികൾ ഇപ്പോഴും പുറമേ നിന്നുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഏത് നിമിഷം വേണമെങ്കിലും കാലുവാരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയും ഉറക്കത്തിൽ പോലും ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് പേടിക്കേണ്ടി വരും വിജയ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അതിൻ്റെ ഏറ്റവും വലിയൊരു തുടക്കമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം. അതുകൊണ്ട് ഏത് നിമിഷവും സഖ്യത്തിനുള്ളിൽ വളരെ വലിയ തോതിൽ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പലരും വീണ്ടും മറുകണ്ഠം ചാടുന്ന തരത്തിൽ, അതായത് സ്റ്റാലിൻ തന്നെ മറുകണ്ഠം ചാടിക്കുമെന്നത് 100% ഉറപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എത്ര നാൾ അല്ലെങ്കിൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിജയ്ക്ക് പറ്റുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.